ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLലെ പ്രതിസന്ധിയെ തുടർന്ന് 6 വിദേശ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിരുന്നു. അതിൽ 2 പേർ ലോണിലാണ് ക്ലബ്ബ് വിട്ടത്. ബാക്കിയുള്ള 4 പേരും സ്ഥിരമായിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത്. നമുക്കറിയാം, തിയാഗോ ആൽവസ് കംബോഡിയൻ പ്രീമിയർ ലീഗിലേക്ക് പോയി. അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസ് സ്പെയിനിലേക്ക് മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 4 താരങ്ങളും ഇന്തോനേഷ്യൻ ലീഗിലേക്കാണ് പോയിട്ടുള്ളത്. അതും വ്യത്യസ്ത ക്ലബ്ബുകളിലാണ് ഈ 4 താരങ്ങളും കളിക്കുന്നത്. അതായത് അഡ്രിയാൻ ലൂണ, നോവ സദോയ്, കോൾഡോ ഒബിയേറ്റ, ഡുഷാൻ ലഗാത്തോർ. ഈ 4 താരങ്ങളും ഇന്തോനേഷ്യയിൽ വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർ എല്ലാവരും ഇപ്പോൾ പരസ്പരം എതിരാളികളായി മാറിയിട്ടുണ്ട്. കുറച്ച് മുൻപ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുമിച്ച് കളിച്ച 4 താരങ്ങൾ ഇപ്പോൾ പരസ്പരം എതിരാളികളായിക്കൊണ്ട് ഇന്തോനേഷ്യയിൽ മറ്റൊരു ലീഗിൽ ഏറ്റുമുട്ടുന്ന വിചിത്രമായ അതല്ലെങ്കിൽ കൗതുകകരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് നടക്കുകയും ചെയ്തു. അതായത് ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിൽ അഡ്രിയാൻ ലൂണയും നോവ സദോയും ഇന്ന് ഏറ്റുമുട്ടിയിരുന്നു. ലൂണയുടെ ക്ലബ്ബായ പേഴ്സിക്കെതിരെ നോവയുടെ ക്ലബ്ബായ ദേവ യുണൈറ്റഡിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു. മത്സരത്തിൽ ലൂണ ഒരു അസിസ്റ്റ് സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതേസമയം കോൾഡോ ഒബിയേറ്റയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ഇന്തോനേഷ്യൻ ക്ലബ്ബായ ബോർണിയോ സമറീൻഡയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ബോർണിയോക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തി എന്നുള്ളത് മാത്രമല്ല, ഗോൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഈ ക്ലബിന് വേണ്ടി അവസാന നിമിഷം 91-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടിക്കൊണ്ട് ഹീറോയായി മാറാനൊക്കെ കോൾഡോ ഒബിയേറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയതായിക്കൊണ്ട് ഡുഷാൻ ലഗാത്തോറും ഇപ്പോൾ ഇന്തോനേഷ്യൻ ലീഗിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് അവിടുത്തെ ക്ലബ്ബായ PSM മക്കാസർ എന്ന ക്ലബ്ബാണ് ഡുഷാൻ ലഗാത്തോറിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ സ്വന്തമാക്കിയ വിവരം ഇപ്പോൾ മക്കാസർ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ 4 വിദേശ താരങ്ങളും ഇപ്പോൾ വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി ഇന്തോനേഷ്യയിൽ കളിക്കുകയാണ്. ഇതിൽ ഒബിയേറ്റയുടെ ക്ലബ്ബായ ബോർണിയോയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് അവരാണ്. ഇനി അഡ്രിയാൻ ലൂണയുടെ ക്ലബ്ബായ പേഴ്സിക്ക് ഇപ്പോൾ 10ാം സ്ഥാനത്താണ്. തൊട്ടുപിറകിൽ നോവയുടെ ക്ലബ്ബ് ഉണ്ട്, ദേവ യുണൈറ്റഡ് FC ഉണ്ട്. 13ാം സ്ഥാനത്താണ് ഇപ്പോൾ മക്കാസർ ഉള്ളത്. അതാണ് ഡുഷാൻ ലഗാത്തോറിന്റെ ക്ലബ്ബ്. ഏതായാലും ഈ താരങ്ങൾ ഇനിയും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.